വടകരയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത വയോധികന്റെ വീട് കെ രമ MLA സന്ദർശിച്ചു. അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണുണ്ടായതെന്നും അവർ പറഞ്ഞു. കർശനമായ നടപടിയും പരിശോധനയും ഉണ്ടാവണമെന്നും കെ രമ പറഞ്ഞു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇബ്രാഹിമിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും സൊസൈറ്റിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കെ രമ MLA പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. വടകര ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിൽ കളിപ്പാട്ടങ്ങളുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും കച്ചവടത്തിലൂടെ ജീവിച്ച സാധാരണക്കാരനായ മനുഷ്യനാണ് ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന്റെ മരണം മനസാക്ഷിയുള്ളവരെ മരവിപ്പിക്കുന്നതാണ്. കടത്തനാട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കാനും പ്രശ്നപരിഹാരത്തിനുമായി സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ടെന്നും കെ രമ MLA പറഞ്ഞു. ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അങ്ങേയറ്റം വേദനാജനകമായ. ഇത് വളരെ കർശനമായ നടപടി ഉണ്ടാവണം. കർശനമായ പരിശോധന. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം. ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം മരണമൊഴിയായിട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ആ നിക്ഷേപിച്ച പൈസ കിട്ടാത്തതിന്റെ പ്രയാസത്തിലാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിക്ഷേപകർക്ക് പണം കിട്ടാനുണ്ട് എന്ന് വാർത്തകളും വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നടത്തണം. ഇതിന്റെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം. കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പോലീസ് ഇത് നേരത്തെ പരാതിപ്പെട്ടിട്ടും പോലീസ് അതിന്റെ പേരിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പോലീസ് ആ കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു സഹകരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് വളരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം മന്ത്രിയും ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട്. അപ്പം വലിയ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തുനിന്നുണ്ട്. കർശനമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകണം. മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉണ്ടാവണം. നമുക്കറിയാം, കരുവന്നൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ എത്രയോ മനുഷ്യരുടെ ആത്മഹത്യ ചെയ്യുന്നതിലേക്കും നിക്ഷേപങ്ങൾ കിട്ടാതെ പറ്റിക്കപ്പെടുന്ന ഈ സാഹചര്യം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കണ്ടുവരികയാണ്. അപ്പൊ ഇതൊരു തുടർക്കഥയാവുന്നത് അവസാനിപ്പിക്കണം. ആളുകൾ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത്. തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ, പല പ്രാവശ്യവും ബന്ധപ്പെട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് നമുക്ക് ആവശ്യം. അതിനനുസരിച്ചുള്ള നടപടിയും അന്വേഷണങ്ങളും പോലീസിന്റെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത്തരം തട്ടിപ്പുകൾക്കൊന്നും ഒരു തരത്തിലും കൂട്ടുനിൽക്കാൻ സാധിക്കുന്നതല്ല. അതിനനുസരിച്ചുള്ള എല്ലാ പിന്തുണയും ഈ കുടുംബത്തിനും ഇതിന്റെ ഭാഗമായി മറ്റെല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ടു. ഉമ്മയും മക്കളും ഒക്കെ ഉണ്ട്. മകൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ, ഗൾഫിലായിരുന്നു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള മറ്റ് നിയമ നടപടികളുമായിട്ട് പോകുമ്പോൾ അതിനൊപ്പം ഉണ്ടാകും.